പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ചില നല്ല മനുഷ്യരെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ്. അതായത് ഒരു പെന്തിക്കോസ് പാസ്റ്റർ, അദ്ദേഹം കുറേയേറെ വർഷമായി യു.പിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ എന്ത് പ്രവർത്തനം ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂട്ടത്തിൽ വന്ന ഒരമ്മച്ചിക്ക് പിശാചിളകി. അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ ബജറംഗൾ ആൾക്കാരോ ആരോടൊക്കെ വന്ന് അതിനകത്ത് വീട്ടിൽ കയറുകയും എന്തിനു വേണ്ട പ്രശ്നങ്ങളായി ഉടനെ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്ത്രീയെ സുഖപ്പെടുത്താൻ കഴിയുമോ? ഉടനെ പാസ്റ്റർ മനസ്സിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ചുറ്റുപാടല്ല, അത് ആ ബെഡ്റൂമാണ് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആയിക്കോട്ടെ, പ്രാർത്ഥിക്കാനുള്ള ചുറ്റുപാടില്ല. എങ്കിലും ഞാൻ ആ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിശയം പ്രവർത്തിച്ചു. ആ അമ്മയ്ക്ക് സുഖം പ്രാപിച്ചു. മക്കളെ, കത്തോലിക്ക സഭയിൽ ഇത് തന്നെ ഉണ്ട്. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പാസ്റ്റർ പറഞ്ഞതിൻ്റെ ബാക്കി ഇനി പറയാം. നിനക്കൊക്കെ ചുണയുണ്ടോടാ? കേരളത്തിൽ എത്രയോ 1000 പേർ ഇങ്ങനെ ഓരോ കഷ്ടപ്പാടുകളൊക്കെ നീ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെടുത്തുമല്ലേ? ബാധകൾ വെച്ചിട്ട് എത്ര പേർ കേരളത്തിലുണ്ട്? നിനക്കൊക്കെ കഴിയുമോ? യു.പിയിലാകുമ്പോൾ നടക്കും. ഇനി ഞാൻ അവിടെ തന്നെ പോവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി അവിടെ തന്നെ പോവും. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞത് ആ ജയിലിലെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് നീ കേരളത്തിലെ ജയിലിൽ വരാൻ? ഞാൻ മട്ടനും കോഴിയും മീനും ഒക്കെ കിട്ടുമായിരുന്നല്ലോ, ഒരു പച്ചശ കൊടുക്കാൻ വയ്യായിരുന്നു. വേണ്ട. ഞാൻ ചോദിച്ച മക്കളെ, നിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് 4 or 5 പേര് വന്നു. അവർ ആരായിരുന്നാലും ആ ഒരു സ്ത്രീക്ക് ഉടനെ ബാധയടക്കാൻ കാര്യം എന്തുവാ? ഈ 5 പേരേ ഉള്ളൂ. ഈ 5 പേരുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥന നടത്തി നിങ്ങളങ്ങനെ ഉപജീവനം കഴിക്കുന്നു. നിങ്ങൾക്ക് യു.പിയിൽ എന്തുമാത്രം വരുമാനമുണ്ട് എന്ന് നിങ്ങൾക്ക് സത്യം ഒന്ന് പറയാമോ കള്ളന്മാരെ? നീയൊക്കെ വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പോകും. ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കേടുപാട് ഒരു പ്രശ്നവുമില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളും, അതായത് ഭാര്യയും സുമുഖനായ ഭർത്താവും, അവർ സുഖമായി ജീവിക്കുക. നിങ്ങളുടെ പേരിൽ എന്തുമാത്രം ക്യാഷ് അവിടെ ഉണ്ടെന്നുള്ളത്, അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറയാമോ? ഈ 5 പേരെ പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ടാണോ നിങ്ങൾ അവിടെ ജീവിക്കുന്നത്? വേറെ ജോലിയൊന്നും ഇല്ലാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എവിടുന്ന? കള്ളന്മാരെ, നിന്നെയൊക്കെ പറഞ്ഞത് അന്ത്യകാലത്ത് ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങും. അവർ ഞാനാണ് എൻ്റെ നാമത്തിൽ ശാചുക്കളെ പുറത്താക്കുന്നു പറഞ്ഞു വരും എന്ന്. എടാ കള്ള പാസ്റ്റർ, നീ അവനെ പോയി ട്രിവാൻഡ്രത്തെ പോയി കണ്ടെന്ന് പറഞ്ഞല്ലോ. നിനക്ക് ചുണയുണ്ടോ? നീ അവൻ്റെ സിംഗടിയാണല്ലോ. നിനക്കൊരു വ്യാജനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ബാധ അകറ്റി കൊടുക്കാവോ? ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ നിൻ്റെ അടുത്ത് വരാം. നീ എവിടെയാന്ന് വെച്ചാൽ എൻ്റെ വലിയ കാര്യം. എടാ സജി ചാത്തന്നൂർ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ആള്, ആ മനുഷ്യൻ ഈ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പിന്നെ നീയൊക്കെ പണ്ടാതുപോലെ ബൈബിള് കൈഷ്ടത്തി വെച്ചിട്ട് വായിക്കൂടെ ഗുണാഗുണം പറയുന്നത്. നീയൊക്കെ പോയി മരിക്കണ്ട. നീയൊക്കെ പിന്നെ യു.പിയിലോട്ട് പോകുന്നത് ഒന്നും നഷ്ടപ്പെടാതെ കാര്യമുണ്ടായിട്ടാണ് നീ പോകുന്നത്. എന്തുകൊണ്ട് നീ ആഫ്രിക്കയിലോട്ട് പോകുന്നില്ല? ആഫ്രിക്കയിൽ അവിടെ ആൾക്കാർ, ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു. നീ അവരുടെ ഇടയിൽ പോയി വചനം പ്രഘോഷിക്കാമോ? നീയല്ല ഏതെങ്കിലും ഇന്ത്യയിലെ കേരളത്തിലെ
ക്രിസ്തീയ സഭകളുടെ ഏതെങ്കിലും മെത്രാനോ പുരോഹിതനോ അല്ലെങ്കിൽ പാസ്റ്ററോ ആരായാലും നിങ്ങൾക്ക് ആ ആഫ്രിക്കൻ രാജ്യത്ത് പോയി ഒന്ന് സുവിശേഷം പറയാമോ? നിങ്ങൾ ഈ കേരളത്തിൽ ഒരുപാട് സുവിശേഷ പ്രസംഗകരുണ്ട്, സഭകൾ ഒരുപാടുണ്ട്. എത്ര പേർ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്? ആരെങ്കിലും പോയിട്ടുണ്ടോ? എടാ നീയൊക്കെ വിഡ്ഢിയാക്കിയിട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടോണ്ട് വിളിച്ചു പറയാം, ആരും വിശ്വസിക്കും. എന്ത് നടന്നു എന്ന് ആർക്കെങ്കിലും പറയാം. ഇപ്പം ഈ ദളിതവാസി UP-യിലെ കാര്യം പറഞ്ഞത് നമ്മളവിടെ പോയി അന്വേഷിക്കുകയില്ല. എടാ പോയി മരിക്കുന്നടാ നീയൊക്കെ.